ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചതിനെതിരെ PM നിയാസ് പ്രതികരിച്ചത് അനവസരത്തിലെന്ന് KC അബു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് PSC എംപ്ലോയീസ് യൂണിയൻ. സഹകരണ മേഖലയിലെ ആദ്യത്തെ വിമാന കമ്പനി കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് CN വിജയകൃഷ്ണൻ. ട്രോമാ കെയർ കോഴിക്കോടിന്റെയും കോഴിക്കോട് പ്രസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരിശീലന പരിപാടി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ചതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പ്രതികരിച്ചത് അനവസരത്തിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC അബു. കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. PD സതീശൻ എപ്പോഴും പറയാറില്ലേ, വിസ്മയം എന്ന വാക്കത്തെ എപ്പോഴും പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ UDFന്റെ വിജയം നമ്മളുടെ എല്ലാ കണക്കുകൂട്ടുകൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു വിസ്മയം എന്ന് പറയാവുന്ന ഒരു വിജയം ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. നല്ല തുടക്കമാണ് ഈ ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഞാൻ പല രാഷ്ട്രീയം പറയുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് ആവശ്യമില്ലാത്ത വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ശരിയല്ല. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്യുന്ന ചെലവുകളാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിച്ച വിഷയത്തിൽ PM നിയാസ് ഉയർത്തിയത് അനാവശ്യ വിവാദമെന്ന് KC അബു പ്രതികരിച്ചു. ഉയർന്ന പദവികളിൽ നിയമനം നടത്തുമ്പോൾ നേരത്തെയും KPCCയിലുള്ളവരോട് ചർച്ച നടത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് പോകുന്നതും മുഖ്യമന്ത്രിയെ കാണുന്നതും വാർത്തയാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശൻ സർക്കാരിൻ്റെത് നല്ല തുടക്കമാണ്. ഈ സമയത്ത് ആവശ്യമില്ലാത്ത വിവാദമുണ്ടാക്കുന്നതും ശരിയല്ലെന്നും KC അബു കോഴിക്കോട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം കാലതാമസം കൂടാതെ നടപ്പിലാക്കണമെന്ന് PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഒരു 2 മാസത്തിന് മുമ്പ് ഈ സമ്മേളനം നടന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അന്ന് 10 വർഷത്തിന്റെ തുടർച്ചയായി മൂന്നാമതും ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. അതിന്റെ പുറകിൽ അത് റിസൾട്ട് വന്നപ്പോൾ പക്ഷെ നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് നമ്മൾ ആരും ഒരു കാലത്തും ഓർക്കാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നമുക്കുണ്ടായത്. അതിന്റെ കാരണങ്ങളും കാര്യകാരണ സഹിതമുള്ള വിശകലനങ്ങൾ എല്ലാ മേഖലകളിലും നടക്കുകയാണ്. നമുക്കും ആ രീതിയിലുള്ള വിശകലനങ്ങൾ ധാരാളമായി ആവശ്യമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് ചാഞ്ചാടി പോയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് A അജിത്ത് അധ്യക്ഷനായിരുന്നു. FSC TO ജില്ലാ സെക്രട്ടറി MR രാജൻ, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി BS രാജീവ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M മഹേഷ്, PC അശ്വിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി PC അശ്വിൻ, KK ഗീത, K പ്രശോഭ്, M മഹേഷ്, A അജിത്ത്, P ചന്ദ്രൻ, P അനിതമോൾ, KD സിന്ധു എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സഹകരണ മേഖലയിലെ ആദ്യത്തെ വിമാന കമ്പനി കോ കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുതിയ സഹകരണ വകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷകളുണ്ട്. വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തുന്ന പദ്ധതിയാണ് കോ കേരളം. ആദ്യഘട്ടമായി 2 വിമാനങ്ങളാണ് വാടകയ്ക്കെടുക്കുക. നെടുമ്പാശ്ശേരി ആസ്ഥാനമായി നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ, മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളുമായി ബന്ധിപ്പിച്ചാണ് വിമാന സർവീസ് നടത്തുക. പദ്ധതി നടത്തിപ്പിനായി സഹകരണ മേഖലയിൽ കമ്പനി രൂപീകരിക്കും. മുഖ്യമന്ത്രി ചെയർമാനും സഹകരണ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായി രൂപീകരിക്കുന്ന കമ്പനിയിൽ 200 സഹകരണ സംഘങ്ങൾ 2 കോടി രൂപ വീതം ഷെയർ എടുത്താണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുകയെന്ന് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്പീഡ് റെയിലിന് നമുക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 50,000-ലും മേലെ കോടി രൂപയാണ്. പിന്നെ ലാൻഡ് കാര്യങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ട സമയം. ഞാൻ ഗവൺമെന്റിൽ കൊടുത്ത നിർദ്ദേശം, നമ്മൾ 72 സീറ്റുള്ള 4 ഫ്ലൈറ്റ്, അത് തുടക്കത്തിൽ 2 ഫ്ലൈറ്റ്, അത് ലീസിനെടുത്ത് ഒരു കൊല്ലം ഒരു ഫ്ലൈറ്റ് ഓടാൻ വേണ്ട തുക എന്ന് പറയുന്നത് 3 കോടി 20 ലക്ഷം. അങ്ങനെ വെച്ചാൽ നമുക്ക് 48 കോടി രൂപയാണ് ഒരാളെ പോലും കയറ്റാതെ ഒരു വർഷം നമുക്ക് ഒരു ഫ്ലൈറ്റിന് വേണ്ട പൈസ. കോ കേരള സർവീസിൽ അതിവേഗ തീവണ്ടികളിൽ ഇപ്പോൾ നൽകുന്ന അത്ര ചാർജിൽ സഞ്ചരിക്കാം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തത്വത്തിൽ അനുമതി ലഭിക്കുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രോമ കെയർ കോഴിക്കോടിന്റെയും കോഴിക്കോട് പ്രസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരിശീലനം സംഘടിപ്പിച്ചു. ഡോക്ടർ മിഥുൻ മോഹൻ, ഡോക്ടർ PM മുഹമ്മദ് നജീബ് എന്നിവർ ക്ലാസ് എടുത്തു. ചുമക്കാൻ പറയാം, നല്ലോണം ചുമച്ചിട്ട് അവസാനം പുറത്തേക്ക് വരുമെന്ന് നോക്കുക. ഇല്ലെങ്കിലും നമ്മുടെ നട്ടെല്ലിന്റെ മേലെയായിട്ട് വളരെ ശക്തമായിട്ട് 5 പ്രാവശ്യം അടിക്കുക. ട്രോമ കെയർ കോഴിക്കോടിന്റെയും പ്രസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകർക്കായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ മിഥുൻ മോഹൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ PM മുഹമ്മദ് നജീബ് എന്നിവർ ക്ലാസ് എടുത്തു. കുഴിപോലെ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും, തൊടുമ്പോൾ അണീസ്നെസ് പോകുന്ന ഒരു ഭാഗമാണ്. 2 പേരിലവിടെ വയ്ക്കുക, അതിന്റെ മേലെ വയ്ക്കുക. ബാക്കി ഇങ്ങോട്ടേക്ക് പോയാൽ വായനയിലോട്ട് പൊട്ടും. വായനയിൽ പൊട്ടുന്നതല്ല, വായനയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രഷർ കിട്ടില്ല. ട്രോമ കെയർ ട്രെയിനിംഗ് കോർഡിനേറ്റർ KP ചന്ദ്രൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി PK സജിത്, ഭാരവാഹികളായ P പ്രജിത്ത്, A ബിജുനാഥ്, O സയ്യിദ് അലി ശിഹാബ്, ട്രോമ കെയർ സെക്രട്ടറി K രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ട്രോമ കെയർ ട്രെയിനർമാരായ VV സനൂപ്, ഷാലു കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്.
ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആഴ്ചവട്ടം സ്നേഹം കൂട്ടായ്മ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. ചടങ്ങിന് സിനിമാ നടൻ കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായാണ് സ്നേഹം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാട്ടർ പ്യൂരിഫയർ നൽകിയത്. ചടങ്ങ് പ്രമുഖ സിനിമാ നടൻ കോഴിക്കോട് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹം കൂട്ടായ്മ കൺവീനർ BK പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നത് കേവലം രക്ഷിതാക്കളുടെ മാത്രം കടമയല്ല, അധ്യാപകരുടെയും കടമയല്ല, സർക്കാരിന്റെയും കടമയല്ല, പൂർണ്ണമായിട്ട് അവരുടെ കടമയല്ല, ഒപ്പം തന്നെ ഈ സമൂഹത്തിന്റെയും കടമയാണ്. കാരണം നിങ്ങൾ പഠിച്ച് വലുതായി വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും അതിനുള്ള ഗുണമുണ്ടാകും, നിങ്ങൾക്കും ഉണ്ടാവും, സമൂഹത്തിനും വലിയ ഗുണങ്ങളുണ്ടാവും നിങ്ങളെ കൊണ്ട്. അതുകൊണ്ട് സമൂഹം നിങ്ങളെ എപ്പോഴും ശ്രദ്ധയോടെ കാര്യങ്ങൾ വീക്ഷിക്കുകയും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമം നടത്തും. അതിന്റെ ഭാഗമാണ് ഈ ആഴ്ച ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെറിയൊരു പോരായ്മയായിരുന്നു വാട്ടർ പ്യൂരിഫിക്കർ. വാർഡ് കൗൺസിലർ സഫ്രീന ആബിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. GHSS HM മുഹമ്മദ് മുസ്തഫ PT, മുൻ HM ഓംകാരനാഥൻ, അധ്യാപകരായ അജീഷ് മാത്യു, K ഹേമലത, AK സുരേഷ്, ആഴ്ചവട്ടം GHSS പ്രിൻസിപ്പൽ കവിത VR തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരി എന്ന മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം മത സാമൂഹിക സംഘടനകളും മഹല്ലുകളും ശക്തമായി രംഗത്തിറങ്ങണമെന്ന് K ജയന്ത് MLA. മഹല്ല് എക്സലൻസ് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. KNM കോഴിക്കോട് സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല്ല് ഭാരവാഹികൾക്കായി മഹല്ല് എക്സലൻസ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വിജയത്തിൽ മഹല്ലുകൾക്ക് നിർണായക പങ്കാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ മഹല്ലും ലഹരി വിമുക്ത മഹല്ലുകളാക്കി മാറ്റുന്നതിനുള്ള സമഗ്ര കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും MLA ആഹ്വാനം ചെയ്തു. ഹുസൈൻ മടവൂർ സാഹിബൊക്കെ തൂഫാൻ വാരിയറാണ്. നമ്മൾ ഓരോരുത്തരും അതിന്റെ പോരാളികളാവുക എന്നുള്ളതാണ്. ഈ ഭൂമിക്ക് വേണ്ടി, ഈ ഭൂമിയിലെ പുതിയ തലമുറക്ക് വേണ്ടി, ഈ ഭൂമിയെ എല്ലാ നന്മകളുടെയും ഇടമാക്കി മാറ്റണമെങ്കിൽ അതിന് നമ്മൾ സ്വയം സമർപ്പിക്കണം. അതല്ലാതെ നിങ്ങളെല്ലാവരും ശരിയാക്കൂ, ഞാൻ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായി ഇരുന്നു കൊള്ളാം ഓരോ മനുഷ്യരും ചിന്തിച്ചാല് മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോകും. ഈ നന്മകളുടെ അവസാനത്തെ അടയാളങ്ങളും മാഞ്ഞു പോകുമ്പോ നമുക്ക് ആശ്രയിക്കാൻ ഒരു തുരുത്തുണ്ടാവില്ല എന്ന് പറയാൻ. KNM-ന് കീഴിലുള്ള മുഴുവൻ മഹല്ലുകളിലും 1 വർഷം നീണ്ടു നിൽക്കുന്ന സമഗ്ര വികസന കർമ്മ പദ്ധതികൾ ക്യാമ്പിൽ അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ശാക്തീകരണം, കുടുംബ കൗൺസിലിംഗ്, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സ്ത്രീ ശാക്തീകരണം, യുവജന വികസനം, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യ ബോധവൽക്കരണം, മതേതര സൗഹൃദ സംഗമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നടപ്പാക്കേണ്ട വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. പരിപാടിയിൽ KNM കോഴിക്കോട് സൗത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, പാലത്ത് അബ്ദുറഹിമാൻ മദനി, അബ്ദുൾ റസാഖ് കൊടുവള്ളി, അബൂബക്കർ നന്മണ്ട, സുബൈർ മദനി, MM അബ്ദുൾ റസാഖ്, സെലു അത്തോളി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഡ്വക്കേറ്റ് A സുജന പാലിന്റെ 15ാമത് അനുസ്മരണം ജൂലൈ 3-ന് DCCയിൽ നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സുധാ മേനോന് സുജനപാൽ ലിറ്ററേച്ചർ അവാർഡും സമർപ്പിക്കും. അഡ്വക്കേറ്റ് A സുജന പാലിന്റെ 15ാമത് അനുസ്മരണം ജൂലൈ 3-ന് വെള്ളിയാഴ്ച കോഴിക്കോട് DCC ഓഫീസിലെ ഉമ്മൻചാണ്ടി ഹാളിൽ വെച്ച് നടത്തും. അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യ പ്രഭാഷണം നടത്തും. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും.
ചടങ്ങിൽ KPCC, DCC നേതാക്കളും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA-മാരും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും. ചടങ്ങിൽ എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ സുധാ മേനോന് സുജനപാൽ ലിറ്ററേച്ചർ അവാർഡ് സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് ചെയർമാൻ KC അബു, ജനറൽ കൺവീനർ രവീന്ദ്രൻ കേളോത്ത്, കൺവീനർമാരായ കണ്ടിയിൽ ഗംഗാധരൻ, PT ധർമ്മരാജ്, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയം അങ്കണത്തിൽ ഞാറ്റുവേല മേളയ്ക്ക് തുടക്കമായി. വൈവിധ്യമാർന്നതും ഗുണനിലവാരമുള്ളതുമായ നിരവധി ഫലവൃക്ഷ തൈകൾ മേളയോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, ചകിരിച്ചോറ്, മൺപാത്രങ്ങൾ, ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, ആയുർവേദ മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയുമുണ്ട്. നിറവ് വേങ്ങേരി, ഫാർമർ ഫസ്റ്റ് ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ, മേഘ ഫെർബർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും മേളയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ജൂലൈ 5 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലൂടെ ഖാദി തുണിത്തരങ്ങൾക്ക് മൺസൂൺ പ്രമാണിച്ച് 50% ഡിസ്കൗണ്ടും ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ഇതാ നിങ്ങൾക്കായി. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് കോഴിക്കോട് ശാഖ സുവർണ തിരുവണ്ണൂർ ചിറയ്ക്ക് ചുറ്റും വൃക്ഷത്തൈകൾ നട്ടു. സുവർണയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറയ്ക്ക് ചുറ്റും സൗരോർജ്ജ വിളക്കുകളും സ്ഥാപിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ലക്ഷ്യമാക്കിയാണ് തിരുവണ്ണൂർ ചിറയ്ക്ക് ചുറ്റും സൗരോർജ്ജ വിളക്കുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. തിരുവണ്ണൂർ ചിറ പരിസരം വൃത്തിയാക്കുകയും ഹരിതാഭമാക്കാനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. AIWC ന്യൂഡൽഹിയിൽ നിന്ന് ലഭിച്ച 1.25 ലക്ഷത്തിൽ പരം ധനസഹായത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ സമാപന ചടങ്ങുകൾ തിരുവണ്ണൂർ ചിറ പരിസരത്തുള്ള വായനശാല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. സുവർണ പ്രസിഡന്റ് ഭുവനേശ്വരി രവീന്ദ്രൻ അധ്യക്ഷയായി. പരിപാടിയിൽ ശാന്ത R. നായർ, ചിറ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാധാ പ്രഭാകരൻ, കോർപ്പറേഷൻ കൗൺസിലർ ആയിഷ B. പാണ്ഡികശാല, യുവ കർഷകനായ സിദ്ദിഖ്, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീവത്സൻ, സുവർണ വൈസ് പ്രസിഡന്റ് ചിത്ര കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചിറയിൽ നീന്തുന്നവർക്കായുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും ചടങ്ങിൽ സമർപ്പിച്ചു. സുവർണയുടെ അംഗങ്ങളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 30 വർഷങ്ങൾക്കു ശേഷം വീണ്ടും കളിക്കളത്തിലിറങ്ങിയ സഹപാഠികൾ. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിലെ 1996 SSLC ബാച്ചിലെ കൂട്ടുകാരാണ് പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിലെ ഗ്രൗണ്ടിൽ വീണ്ടും പന്തു തട്ടിയത്. 30 വർഷം മുമ്പ് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ കാൽപന്ത് കളിച്ച സഹപാഠികൾ അതേ ആവേശത്തോടെ വീണ്ടും കളിക്കളത്തിലിറങ്ങി. സ്കൂളിലെ 1996 SSLC ബാച്ച് അംഗങ്ങളുടെ കൂട്ടായ്മയായ 96 ബോയ്സ് ആണ് ഫിഫ ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം ഒരുക്കിയത്. പഠനകാലത്ത് ഉച്ചഭക്ഷണ ഇടവേളകളിലും PT പീരീഡുകളിലും ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിരുന്ന കൂട്ടുകാർ ഇന്ന് വ്യത്യസ്ത മേഖലകളിലും വിവിധ സ്ഥലങ്ങളിലുമായി ജോലി ചെയ്യുന്നവരാണ്.
ലോകകപ്പ് തുടങ്ങിയതോടെ ഇതുമായി ബന്ധപ്പെട്ട വാശിയേറിയ വാദപ്രതിവാദങ്ങളും ചർച്ചകളും ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും സജീവമാണ്. ഇതിനിടയിലാണ് സൗഹൃദ മത്സരം എന്ന ആശയം പിറന്നത്. ഇഷ്ട ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് കളിക്കാർ മൈതാനത്തിറങ്ങിയത്. അർജന്റീന ആരാധകരുടെ ടീമും വിവിധ രാജ്യങ്ങളുടെ ആരാധകരെ ഉൾപ്പെടുത്തിയുള്ള പോപ്പിൻസ് ടീമും തമ്മിലായിരുന്നു മത്സരം. ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന ആരാധകരുടെ ടീം വിജയികളായി. മത്സരത്തിന് സാക്ഷ്യം വഹിക്കാനും പഴയ സഹപാഠികളെ പ്രോത്സാഹിപ്പിക്കാനുമായി മറ്റ് ബാച്ച് അംഗങ്ങളും എത്തിയിരുന്നു. സൗകര്യപ്രദമായ ഇടവേളകളിൽ ഇതേ രീതിയിൽ ഒത്തുചേരാമെന്ന തീരുമാനമെടുത്താണ് കൂട്ടുകാർ മടങ്ങിയത്. വിജയപരാജയങ്ങൾക്കപ്പുറം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും നിലനിൽക്കുന്ന സൗഹൃദത്തിന്റെയും ഫുട്ബോൾ പ്രേമത്തിന്റെയും ആഘോഷമായി ഈ സംഗമം മാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന കെ ദാമോദരൻ അനുസ്മരണം ജൂലൈ 3-ന്. കോഴിക്കോട് ശിക്ഷക് സദനിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി തമിഴ് സാഹിത്യകാരൻ ആധവൻ സിച്ചന്യ ഉദ്ഘാടനം ചെയ്യും. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെ നടക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ജൂലൈ 3-ന് കെ ദാമോദരൻ ചരമദിനം കോഴിക്കോട്ട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ശിക്ഷക് സദനിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി പ്രമുഖ തമിഴ് സാഹിത്യകാരൻ ആധവൻ ദീച്ചന്യ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത എഴുത്തുകാരി BM സുഹറ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ കെ ചന്ദ്രൻ, N ഉദയൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വിദ്യാഭ്യാസം, പരിശീലനം, ഗവേഷണം, പഠന വിഷയങ്ങൾ, പ്രൊഫഷണൽ വികസനം എന്നീ മേഖലകളിലെ സഹകരണം വളർത്തിയെടുക്കുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വിജ്ഞാനം പങ്കിടൽ, സംയുക്ത ഗവേഷണ സംരംഭങ്ങൾ, നേതൃത്വ വികസന പരിപാടികൾ, ഫാക്കൽറ്റി വിദ്യാർത്ഥി ഇടപെടൽ, നൈപുണ്യ വികസന പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം. പ്രൊഫഷണൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വ്യവസായം, അക്കാദമിക്, അക്കൗണ്ടിംഗ് പ്രൊഫഷൻ എന്നിവ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിന് സാധിക്കും. മാനേജ്മെന്റ് വിദ്യാഭ്യാസം, ഗവേഷണം, പ്രൊഫഷണൽ പ്രാക്ടീസ് എന്നിവയിൽ മികവ് പുലർത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ തന്ത്രപരമായ സഹകരണമെന്നും ഇത് വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വിദ്യാഭ്യാസ വിദഗ്ധർക്കും വ്യവസായ പങ്കാളികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുമെന്ന് ICMAI പ്രസിഡന്റ് ശ്രീനിവാസ് പ്രസാദ് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിച്ചതിനെതിരെ PM നിയാസ് പ്രതികരിച്ചത് അനവസരത്തിലെന്ന് KC അബു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് PSC എംപ്ലോയീസ് യൂണിയൻ. സഹകരണ മേഖലയിലെ ആദ്യത്തെ വിമാന കമ്പനി കേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് CN വിജയകൃഷ്ണൻ. ട്രോമാ കെയർ കോഴിക്കോടിന്റെയും കോഴിക്കോട് പ്രസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ മാധ്യമ പ്രവർത്തകർക്കായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരിശീലന പരിപാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.